അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഇപ്പോൾ സ്പെഷ്യൽ കമ്മീഷൻ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്, അതിനോടുള്ള CPM-ന്റെ പ്രതികരണം, അങ്ങയുടെ പ്രതികരണം എന്താണ്? ഇതിനകത്ത് ഈ ചർച്ചയിൽ പങ്കെടുത്ത അനൂപ് പറഞ്ഞ ഒരു കാര്യത്തിന് പിന്തുണ പറഞ്ഞുകൊണ്ട് ഞാൻ മറുപടി പറയാം. കാരണം 45 മിനിറ്റ് സമയമായി, ഇനി ഒരു 10-15 മിനിറ്റ് മാത്രമാണ് കിട്ടുന്നത്. ബാക്കി 3 പ്രതിനിധികളും അവരുടെ വാദമുഖങ്ങളൊക്കെ ഉന്നയിച്ചു. ബഹുമാനപ്പെട്ട CPM-ന്റെ പ്രതിനിധിയും കോൺഗ്രസിന്റെ പ്രതിനിധിയും ഈ തട്ടിപ്പിനെ പറ്റിയൊന്നും അല്ല പറഞ്ഞത്. അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള അജണ്ടകളാണ് ഈ ചർച്ചയിൽ അവതരിപ്പിച്ചത് എല്ലാം തന്നെ. നമ്മൾ 2-3 കാര്യങ്ങൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ശ്രീ രാജഗോപാൽ സാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും സംസാരിച്ചത് കൊണ്ട് ഞാനിതിന്റെ മറ്റൊരു തലമാണ് പറയുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ കൂടി, അതിന്റെ നടത്തിപ്പിൽ കൂടി 4 കൂട്ടരെയാണ് ദേവസ്വം ബോർഡും കേരളത്തിലെ മന്ത്രിസഭയും പറ്റിച്ചത്. 1 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി, 2 ശബരിമല ധർമ്മശാസ്താവ്, 3 ഈ കേരളത്തിലെയും ലോകത്തുമുള്ള അയ്യപ്പ ധർമ്മ വിശ്വാസികൾ, 4 കേരള നിയമസഭ. ഈ 4 കൂട്ടരെയും തന്ത്രപൂർവ്വമായി പറ്റിക്കാൻ സാധിച്ചു എന്നുള്ളത് മാത്രമാണ് ഈ അയ്യപ്പ സംഗമത്തിന്റെ ഏറ്റവും വലിയ ഒരു വിജയം എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ശബരിമലയിലെ അയ്യപ്പ സംഗമം പെട്ടെന്നെടുത്തൊരു തീരുമാനമല്ല എന്ന് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പലതവണയും പ്രസ്താവിച്ചിട്ടുണ്ട്. വളരെ കാലമായിട്ടുള്ള ഞങ്ങളുടെ ആലോചനയുടെ ഭാഗമായിട്ടാണ് അയ്യപ്പ സംഗമം നടത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിലെ മുഖ്യമന്ത്രി ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അയ്യപ്പ സംഗമം നടത്തുകയും കേരളത്തിലെ എല്ലാ മന്ത്രിമാരും, ചീഫ് സെക്രട്ടറിയും, ദേവസ്വം ബോർഡ് മെമ്പർമാരും, പ്രസിഡന്റും ഒക്കെ സ്വാഗത സംഘത്തിന്റെ ഭാഗഭാക്കുകളായി മാറിയ ഈ അയ്യപ്പ സംഗമം 8 കോടി രൂപയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നടത്താൻ ഉദ്ദേശിച്ചത്. 8 കോടി രൂപ മുടക്കി നടത്തിയ ഈ സംഗമത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ എണ്ണം വെറും 500 മാത്രമാണ്. ഒരു ദിവസത്തേക്ക് മാത്രമായി നടത്തിയ ഈ സംഗമത്തിൽ 8 കോടിയെ 500 കൊണ്ട് ഹരിക്കുമ്പോൾ ആർക്കും കണ്ടെത്താവുന്ന ഒരു തുകയാണ് 1,60,000 രൂപ. എന്ന് പറഞ്ഞാൽ ഈ ആഗോള തട്ടിപ്പ് സംഗമത്തിൽ പങ്കെടുത്ത ഒരു പ്രതിനിധിക്ക് വേണ്ടി ചെലവാക്കിയ തുക എന്ന് പറയുന്നത് 1,60,000 രൂപയാണ്. അതിനകത്തെ മേജർ പോർഷൻ തുകയും ഈ നമുക്കറിയാം കുമരകത്തെ 5 സ്റ്റാർ ഹോട്ടലുകളിൽ കരിമീനും കള്ളും കുടിച്ച് കിടന്ന ഈ പ്രതിനിധികളുടെ താമസത്തിന് വേണ്ടി 35-40 ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ഈ ശബരിമല ശാസ്താ ക്ഷേത്രത്തിൽ കാണിക്കയായിട്ട് എത്ര രൂപ കള്ളു കുടിക്കാനും കരിമീനും വേണ്ടി വിനിയോഗിച്ചു എന്ന് നമ്മൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, മുഖ്യമന്ത്രിയും CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഫണ്ട് റൈസർ എന്ന് പറഞ്ഞ ഒരാളാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി കൂടിയായിട്ടുള്ള വാസവൻ എന്ന് പറയുന്ന ആള്. ഇവരൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിക്ക് 8 കോടി രൂപ സംഘടിപ്പിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നിടത്ത് ഒരു സംശയം നിഴലിക്കുകയാണ്. കാരണം CPM എന്ന് പറയുന്ന പ്രസ്ഥാനം രക്തസാക്ഷി ഫണ്ട് പോലും വെട്ടിക്കാൻ സാധ്യതയുള്ള അല്ലെ നടത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം 8 കോടി രൂപയ്ക്ക് പകരം ഈ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ അവരെ 80 കോടി രൂപ പിരിച്ചു കാണുമെന്നുള്ളത് വാസ്തവമാണ്. ഇതിനകത്ത് കേരള ബാങ്കും ധനലക്ഷ്മി ബാങ്കും ദേവസ്വത്തിന്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും കൂട്ടുപിടിക്കുകയും ദേവസ്വത്തിലെ പ്രമുഖരായ വ്യക്തികൾക്കും ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും പ്രസിഡന്റുമാരുടെയും മക്കൾക്കും കൊച്ചുമക്കൾക്കും അനന്തരവർക്കും ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ധനലക്ഷ്മി ബാങ്ക്. കേരള ബാങ്ക് എന്ന് പറയുന്നത് വാസവന്റെ സ്വന്തം നിയന്ത്രണത്തിലുള്ള ബാങ്കാണ്. ഇവരുടെ 2 പേരുടെ കണക്ക് മാത്രമാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് വേറെ എത്രയോ സ്പോൺസർമാർ കാണും. പ്രകാശൻ മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊടിമരത്തിന് വേണ്ടി സംഭാവന കൊടുത്ത പല വ്യക്തികളുടെ പേരുകൾ ഇല്ല എന്ന് പറയുന്ന പോലെ തന്നെ ബാക്കി സ്പോൺസർമാർ കൊടുത്ത പൈസയൊന്നും വരവ് വെക്കാതെയുള്ള ഒരു തട്ടിപ്പാണ് നടന്നതെന്നാണ് സൂചിപ്പിക്കുന്നത്. ശ്രീ രാജഗോപാൽ സാർ പറഞ്ഞ ഒരു കാര്യം വളരെ കൃത്യമാണ്. കാരണം ഇതിനകത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സംഗമവുമായി ബന്ധപ്പെട്ട ആദ്യകാലത്ത് വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹവും മുരാരി ബാബുവും പ്രശാന്തുമായിട്ടുള്ള ഒരു ഐക്യത്തിന്റെ ഭാഗമായിട്ട് എത്തിയ ധാരണ, ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഞാൻ സ്പോൺസർമാരെ കണ്ടെത്തിക്കൊണ്ടുവരാം, അങ്ങനെ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ നമുക്ക് വീതം വെക്കേണ്ട തുക ഇത്ര അനുപാതത്തിലാണ് എന്നുള്ള ധാരണ അവരൊക്കെ തമ്മിൽ പരസ്പരം ഉണ്ടാക്കി. അതിനുശേഷം ഏതോ കാരണത്താൽ ഇവരൊക്കെ തമ്മിൽ പിണങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായ സമയത്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വായിൽ നിന്ന് ഈ കട്ടിളപ്പാളി അല്ലെ ദ്വാരപാലക ശില്പത്തിന്റെ താങ്ങിനെ പറ്റിയുള്ള വാർത്ത പുറത്തു വന്നത്. ഈ പിണക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനെ ഒന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പുറകിലോട്ട് അദ്ദേഹം ഈ ഒരു പ്രസ്താവന നടത്തിയത്. അതേ തുടർന്നാണ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും പ്രതിദിനം ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇന്ന് നിങ്ങളുടെ ചാനൽ തന്നെ പറയുകയുണ്ടായിട്ടുണ്ട്, സെപ്റ്റംബർ മാസത്തിലെ ഈ വിവാദത്തിന് ശേഷം ശബരിമലയിൽ 6 or 7 പ്രധാനപ്പെട്ട കൊള്ളകളുടെ ഓരോ നാൾ വഴികളെ പറ്റി പറഞ്ഞു. പ്രകാശൻ മാസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ടല്ലോ, ഈ ആഴ്ചയിലെ പ്രധാന കൊള്ള കൊടിമരക്കൊള്ളയാണ്, അതുകൊണ്ട് ആ വിഷയമാണ് ചർച്ച ചെയ്യേണ്ടത്, ഈ വിഷയമല്ല ചർച്ച ചെയ്യേണ്ടതാണ് പ്രകാശൻ മാസ്റ്റർ സൂചിപ്പിക്കുകയുണ്ടായി. അന്നേരം ഓരോരോ ആഴ്ചയും ഓരോ എപ്പിസോഡായിട്ട് ഓരോ കൊള്ളകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അടുത്തതായിട്ട് ഇതിനകത്തെ ഈ ഫണ്ട് വെട്ടിപ്പ് എന്ന്
പറഞ്ഞത്. ഇതിനകത്ത് ഊരാളുങ്കൽ സൊസൈറ്റിക്കും അതുപോലെ തന്നെ CPM നേതൃത്വത്തിനും പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ സംഗമം നടത്തിയെന്ന് ഇതിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഊരാളുങ്കൽ സൊസൈറ്റിയെ പറ്റി പ്രകാശൻ മാസ്റ്റർ സൂചിപ്പിച്ച എന്താണ്? അക്രഡിറ്റഡ് സൊസൈറ്റിയാണ്. അവർക്ക് ഏത് തോന്നിയവാസവും ഏത് കള്ളവും കാണിക്കാനുള്ള അക്രഡിറ്റേഷൻ ഉണ്ട്. 10% അധികം വിഹിതം കൊടുത്തുകൊണ്ട് ഏത് തോന്നിയവാസത്തിനും കൂട്ടുപിടിക്കാനുള്ള അധികാരവും ലൈസൻസും ഉള്ള ഒരു സ്ഥാപനമായി ഊരാളുങ്കൽ സൊസൈറ്റിയെ പാല് കൊടുത്ത് വളർത്തിയത് കേരളത്തിലെ CPM പ്രസ്ഥാനം തന്നെയാണ്. അതിന്റെ പ്രത്യുപകാരം എന്താണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രബലനായ ഒരു വ്യക്തിയുടെ JCBയും ടിപ്പർ ലോറിയും ഒക്കെ ഓടുന്നതിനെ പറ്റി കുറെ നാളിന് മുമ്പ് നമ്മളുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. അത് നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കത്തില്ല. ആ ഒരു അവിഹിത ബന്ധം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് 8 കോടി രൂപ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കള്ളം തന്നെയാണ്. 8 കോടി രൂപയുടെ നഷ്ടമാണ് ഇതിനെപ്പറ്റി പറയുന്നതെങ്കിൽ തെറ്റാണ്. ഇതിന്റെ മറവിൽ 80 കോടി രൂപ കേരളത്തിലെ CPMഉം ഊരാളുങ്കൽ സൊസൈറ്റിയും പിരിച്ചിട്ടുണ്ട്. ആ കണക്കുകൾ കൃത്യമായ രീതിയിൽ പുറം ലോകത്ത് എത്താതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നാടകമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള ഒരു മാനദണ്ഡവും അവർ പാലിച്ചില്ല. ദേവസ്വത്തിന്റെ സർക്കാർ എന്തോ 80 കോടി എന്ന കണക്ക് 8 കോടി രൂപയുടെ കണക്ക് കറക്റ്റ് ആണല്ലോ. 7 കോടി ചില്ലുവാനൻ രൂപയുടെ ബഡ്ജറ്റാണ്. 7 കോടിക്ക് മുകളിലുള്ള തുകയുടെ കണക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് ഊരാളുങ്കൽ സൊസൈറ്റി ആദ്യമേ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് 8 കോടി രൂപ ആയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതുമായി ബന്ധപ്പെട്ട് നിയമസഭയെ പോലും വാസവൻ കബളിപ്പിച്ചു എന്നുള്ള വാസ്തവ നമുക്ക് ശരി Debate with Smriti Parithikar.